പ്രധാനമന്ത്രിയുടെ അമ്മയെയും പിതൃത്വത്തെയും അപമാനിച്ച ജാൻമണി സംഭവം പാളിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സെക്കൻഡുകൾക്കകം മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാപ്പപേക്ഷ ഇങ്ങനെയാണ്, നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാമേ വീഡിയോയിലേക്ക്. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല, അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എനിക്ക് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജാൻബ ഇങ്ങനെയാണ്, ഇത് ശരിയില്ലാത്തതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല, കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടർ പറഞ്ഞ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല, ഞാൻ ബേസിക്കലി നമ്മളുടെ പി എംക്കും ഞാൻ ശരിക്കും അത് അമ്മന്റെ വേണ്ടിയല്ല. ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിങ് ഹൗ കം one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry. And I never thought like I wants to hurt anybody, because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ചെറിയ കുട്ടി വിചാരിച്ചു നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതെന്റെ മേലിലേക്ക് എനിക്ക് പറയാനൊന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്നെ. പിന്നെ ഞാൻ വോക്കിന്റെ അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാൻ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതിന് അതിലെ ഈ കാര്യം വന്നത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയത് അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല, കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫാൻസ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശയായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. എന്റെ ഭാഷ ഇങ്ങനെയാണ്, പൊതുവെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, അതായത് എന്റെ ഭാഷയ്ക്ക് വളരെ പിശകുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഇപ്പോൾ കരയെന്നുള്ള മട്ടിലാണ് വന്ന് കരഞ്ഞ് കഥാപ്രസംഗം നടത്തിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും മാപ്പപേക്ഷ കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ജാൻമണി ഇന്നലെ പറഞ്ഞു വെച്ചത്. വർഷക്കണക്കൊക്കെ പറയുമ്പോൾ എന്തായാലും പറഞ്ഞത് കേസ് വരെ നിങ്ങൾക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വർഷക്കണക്ക് കൂടി ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൂടെ എന്റെ ജാൻമണി? ഇപ്പോൾ ജാൻമണിക്കെതിരെ മറ്റൊരു ആരോപണം കൂടി വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മാതാവിനെ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിക്കെതിരെ യുവമോർച്ച നിയമ നടപടി ശക്തമാക്കുകയാണ്. ഇത്രയും നാളും ജാൻമണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ച കേസ് മാത്രമാണെങ്കിൽ ഇപ്പോൾ ജാൻമണിക്ക് വരാൻ പോകുന്ന മൺചിത്രത്താഴിട്ട് പൂട്ടാനുള്ള പൂട്ടാണ്. അതിൽ തലവെച്ച് കൊടുത്തത് ജാൻമണി മാത്രമാണ് കേട്ടോ. അതായത് യുവമോർച്ച ജാൻമണിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പരാതി നൽകാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഉള്ള BJP നേതൃത്വം എല്ലാവരും ജാൻമണിക്കെതിരെ പരാതി കൊടുക്കണം, നീതി കിട്ടുന്നവരെയും പോരാടണം. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്ന് വെച്ച് ആ ഒരു സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും ഒരു പൗരനും അവകാശമില്ല. നമ്മളെല്ലാം പല പാർട്ടി അനുഭാവികളാണ്. ചിലർക്ക് രാഷ്ട്രീയമുണ്ട്, ചിലർക്ക് രാഷ്ട്രീയമില്ല, ചിലർ നിഷ്പക്ഷരായിരിക്കും. ഈ നിഷ്പക്ഷരായ ആളുകൾക്കും ഈ രാഷ്ട്രീയമുള്ള ആളുകൾക്കും ചിലപ്പോൾ മറ്റ് രാഷ്ട്രീയക്കാരോട് വിദ്വേഷമുണ്ടാവും, രാഷ്ട്രീയ
രാഷ്ട്രീയക്കാരുടെ ആശയത്തോട് വിദ്വേഷം ഉണ്ടാവും, നേതാവിനോട് വിദ്വേഷം ഉണ്ടാവും, എന്തിന് നമ്മുടെ മുഖ്യമന്ത്രിയോട് പ്രധാനമന്ത്രിയോട് പോലും വിദ്വേഷം ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചിട്ട് വിമർശിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വിമർശിക്കണമെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ വിമർശിക്കാം, അവരുടെ രാഷ്ട്രീയ ആശയത്തെ വിമർശിക്കാം, അല്ലെങ്കിൽ അവരെടുക്കുന്ന നിലപാടുകളെ വിമർശിക്കാം. രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളെ മാത്രം എടുത്തു പറയുകയാണ്. അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യവും വ്യക്തി കാര്യങ്ങളും അവരുടെ പിതൃത്വത്തെയൊക്കെ അളക്കാനായിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ പൗരനും അവകാശമില്ല. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ഏത് സാധാരണ താഴെത്തട്ടിലുള്ള സാധാരണക്കാരനായ മനുഷ്യന്റെ ആണെങ്കിലും വ്യക്തിഹത്യ നടത്താനും പിതൃത്വത്തെ അളക്കാനും ഒരു മനുഷ്യനും അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടന സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ. അംബേദ്കറിന്റെ ഭരണഘടനയും കയ്യിലേന്നിട്ടല്ലേ CJP പാർട്ടിയിൽ പ്രൊട്ടസ്റ്റ് നടത്താനായിട്ട് ജാൻമണി ഉൾപ്പെടെയുള്ളവർ അവിടെ പോയത്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു താള് പോലും വായിക്കാതെയാണോ ജാൻമണി അവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഞാൻ പോരാടുകയാണെന്ന് പറഞ്ഞത്? ഇവിടെ ജാൻമണി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് BJP ഇഷ്ടമല്ല, അതുകൊണ്ട് BJP ഇവിടെ വേണ്ട, കേരളം എങ്ങനെയുണ്ടോ അങ്ങനെ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ ഇന്ന പാർട്ടി ബാൻ ചെയ്യണമെന്ന് ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. പണ്ട് ഒരു പാർട്ടി ബാൻ ചെയ്തിരുന്നു, അത് ജാൻമണിക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. 2047 നമ്മന്റെ രാജ്യം സ്വപ്നം കാണുന്ന കുറച്ച് ആളുകളുടെ പാർട്ടി മാത്രം ഇവിടെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരുന്നു. അതിന്റെ കാരണം കൂടി ജാൻമണി ഒന്ന് അന്വേഷിച്ച് നോക്കും. ആ പാർട്ടിയുടെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ്. ആ പാർട്ടി എന്തുകൊണ്ടാണ് ബാൻ ചെയ്തതെന്ന് ജാൻമണി ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ചിലപ്പോൾ ജാൻമണിക്ക് അതിന്റെ ഉത്തരം കിട്ടും. അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ഒരു പാർട്ടിയെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോപ്പുലർ ഫ്രണ്ട് ആണ്, അല്ലാതെ ഈ BJP ഒന്നും ആരും ബാൻ ചെയ്തിട്ടില്ല. ഇനി ജാൻമണിക്ക് ഇവിടെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജാൻമണി ആ പാർട്ടിയെ നോക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? ഇവിടെ ഇഷ്ടമല്ല, കോൺഗ്രസിന് ഇഷ്ടമല്ലാത്തവരുണ്ട്, CPM ഇഷ്ടമല്ലാത്തവരുണ്ട്, BJP ഇഷ്ടമല്ലാത്ത പല ആളുകളും ഉണ്ട്. ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ഏതൊരു പാർട്ടിനെ വിശ്വസിക്കാനും ഏതൊരു പാർട്ടിനെ പിന്തുണയ്ക്കാനും അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ഇപ്പോൾ ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഏതൊരു പാർട്ടിയെ പിന്തുണയ്ക്കാനും ഏതൊരു പാർട്ടിയെ തഴയാനുള്ള അവകാശം നമുക്ക് വിമർശിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതാണ് ജനാധിപത്യം, അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആ സൗന്ദര്യത്തെ ഇത്ര വികൃതമായിട്ട് കാണാനായിട്ട് ജാൻമണിക്ക് സാധിച്ചല്ലോ എന്ന് മാത്രമാണ്. നിങ്ങളോടുള്ള വെറുപ്പാണ് ഇവിടെ ഹേറ്റേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങളോടുള്ള ആളുകളുടെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത്രയെങ്കിലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ CJP പാർട്ടിയുടെ വേദിയിൽ പോയി ഇരുന്നത് കൊണ്ട് മാത്രമാണ്. ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നു, ഞങ്ങൾ ഒരുപാട് പേര് നിങ്ങളെ ആക്ഷേപിച്ചിരുന്നു, അധിക്ഷേപിച്ചിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റ്, നിങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങൾ ആ CJP പാർട്ടിയുടെ വേദിയിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അന്തസ്സും അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തല്ലി തകർത്ത് കളഞ്ഞില്ലേ? ഇതാണ് നമുക്ക് എത്രത്തോളം വിവരവും വിദ്യാഭ്യാസം ഉണ്ടോ, പക്ഷെ ആ വിവരവും വിദ്യാഭ്യാസം ഉപയോഗിക്കേണ്ടത് പല സ്ഥലങ്ങളിലാണ്, പറയുന്ന വാക്കുകളിലാണ്. പൊതുമധ്യത്തിൽ വന്നിരുന്ന ഇത്രമാത്രം അസഭ്യമായ രീതിയിൽ അച്ഛനെ വിളിക്കുന്നതിന് തുല്യമായിട്ടാണ് അച്ഛന്റെ പിതൃത്വം അന്വേഷിച്ച് നിങ്ങൾ പറഞ്ഞത്. നിങ്ങളെ അച്ഛൻ ആരാന്ന് ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു വളഞ്ഞുകൂത്തി നിങ്ങൾ ചോദിച്ച ഒരു വഴിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പോലും നിങ്ങൾ അഭിസംബോധന ചെയ്ത് അവൻ ഇവൻ എന്നാണ് നിങ്ങൾ വിളിച്ചത്. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ആണോ? നേരെ മറിച്ച് ഇത് ജാൻമണിയോടാണ് ചോദിക്കുന്നതെങ്കിൽ ജാൻമണി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? ഇവിടെ ജാൻമണിയോട് ഇതാരും ചോദിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെ അത്ര അധപതിച്ചവരല്ല ഇന്ത്യൻ ജനത. അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും വിമർശിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. വർഷക്കണക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക. ഇത് തന്നെയാണോ 1947 അല്ല 1989? അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ജാൻമണി നോക്കേണ്ടത് വർഷക്കണക്കാണ്. പിന്നെ പറയുമ്പോൾ എന്ത് പറയണമെന്ന് ഒരു രൂപരേഖ തയ്യാറാക്കി വെക്കുക. എന്തായാലും മാപ്പുകളുടെ സീസൺ തന്നെയാണിത്. അതുകൊണ്ട് ഇപ്പോൾ 4ാമത്തെ മാപ്പുമായിട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത്. ഇനി കൂടുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് തന്നെയാണെങ്കിൽ CJP പാർട്ടിയുടെ ആളുകളുടെ സപ്പോർട്ട് കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. മോദി വിരോധം, പ്രധാനമന്ത്രിയോടുള്ള വിരോധമാണ് ഇത്രയേറെ ആളുകൾ അവിടെ തടിച്ചുകൂടിയെന്ന് പറയാതെ പറഞ്ഞു വെക്കട്ടെ.